ഹലോ ഫാമിലി, എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് സ്നേഹ ആജെ. ലാസ്റ്റ് നൈറ്റ് ഒരു മൂവി കണ്ടിരുന്നു. ഒരു തമിഴ് മൂവിയാണ്. മൂവി നെയിം ടൂറിസ്റ്റ് ഫാമിലി. അതൊരു ശ്രീലങ്കൻ വംശജരായ ഒരു കുടുംബം കടൽ മാർഗം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ വരുന്നു. അവിടേക്ക് വരുന്ന സമയത്ത് പോലീസ് അവരെ പിടിക്കുന്നു. പോലീസ് ഇവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് പോലീസ് അവരെ വിട്ടയക്കുന്നു. കാരണം അവിടുത്തെ അവരുടെ നാട്ടിലെ ബുദ്ധിമുട്ടുകളും പട്ടിണികളും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വിട്ടയക്കുന്നു. പിന്നീട് അവർ നാട്ടിലേക്ക് ഒരാളുടെ സഹായത്തോടു കൂടി വന്ന് അവിടെ പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാണ് അവരുടെ ലൈഫ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഇത് ഒരാളുടെ മാത്രം, ഒരു വ്യക്തിയിൽ അടങ്ങുന്ന കഥ മാത്രമല്ല, ഇത് ഒരുപാട് ആൾക്കാരുടെ കഥ പറയുന്ന ഒരു ഇമോഷണലി എന്താ പറയുക, നമുക്ക് ഒരുപാട് ആ ഒരു മൂവി കാണുമ്പോൾ നമ്മൾ ശരിക്കും കരഞ്ഞു പോവും. അത് അതുപോലുള്ള ഒരു മൂവിയാണ്. നമുക്ക് എവിടെയൊക്കെയോ നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ മൂവിയിലുള്ള ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യം മൂവിയിൽ ലാലേട്ടൻ്റെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ അല്ലേ, അതുപോലൊരു ഇതൊക്കെയാണ് നമുക്കതിൽ ഫീൽ ചെയ്യുന്നത്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് കഴിയുമ്പോൾ അതിലൊരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ. ആ ചെറിയ കുട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. അവനെ തന്നെ നമ്മൾ നോക്കിയിരുന്നു പോകും. അവൻ്റെ ഫേസിൽ കൂടെ എത്ര പെട്ടെന്നാണെന്നറിയോ ഓരോ അഭിനയങ്ങൾ വന്ന് പോകുന്നത്. ശരിക്കും ഭയങ്കരമായിട്ട് അവരങ്ങ് ജീവിക്കുകയാണ്. അതുപോലൊരു മൂവിയാണ്. ലാസ്റ്റ് എന്താ പറയുക, ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. എന്തായാലും ഈ മൂവി എന്തായാലും എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര നല്ലൊരു മൂവിയാണ്, ഒരു ഫാമിലി മൂവി. വിഷമം നമുക്ക് വരും, സന്തോഷം വരും, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ ഈ മൂവിയിലൊരു ശരിക്കും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫാമിലി അവരുടെ ആ ഒരു ഏരിയയിൽ വരുന്നു. ഇവർ കാരണം അവർക്ക് ആ ഒരു ഏരിയയിലുള്ളവർക്ക് തന്നെ ഒരു വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം, നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ അയൽവക്കക്കാരെ നമ്മൾ വെറുപ്പിച്ച് വെക്കും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, അത് തന്നെയാണ്. നമ്മൾ ഈ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ദൂരെ കിടക്കുന്നവർ ഓടിയെത്തുന്നതിനെക്കാട്ടി മുന്നേ നമ്മുടെ അയൽവക്കത്തുള്ളവർ ഓടി വന്ന് നമുക്ക് സഹായങ്ങൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അയൽവക്കത്തുള്ളവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് സമാധാനപരമായി പോവുക. മെയിനായിട്ട് ഇതിനകത്ത് ആ ഒരു മൂവി നിങ്ങൾക്ക് എന്തായാലും ഈ മൂവി നിങ്ങൾ കാണണം. അപ്പോൾ ഈ മൂവിയിൽ ആ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും, ആ ഒരു നമ്മുടെ അയൽവക്കക്കാരുടെ വില. ഓക്കെ, അപ്പോൾ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.